ഹായ്, കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നെത്തോലി പൊരിച്ചാലോ? ഇതൊരു വെറൈറ്റി മസാല കൂട്ടാണ്. ഇങ്ങനെ പൊരിച്ച സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരിക. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കടലമാവ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിന് ഉപ്പ്, ആവശ്യത്തിന് എണ്ണ എന്നിവയും ചേർത്ത് ഈ മസാല ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കണം. എല്ലാ മസാലകളും ഒത്തുവരുന്ന രീതിയിൽ നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി മീനൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ഈ മസാല നല്ലതുപോലെ ഈ നെത്തോലി മീനിൽ പിടിക്കുന്ന രീതിയിൽ നന്നായി കുഴച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന നെത്തോലി മീൻ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. എല്ലാം നന്നായി നിരത്തി വെച്ച് പൊരിക്കാം. മീനൊക്കെ പൊരിക്കുന്നത് ഇതുപോലത്തെ ഉള്ള തവകളിലാണെങ്കിൽ മീൻ നന്നായി പൊടിയാതെ രണ്ട് സൈഡും മുരിച്ചെടുക്കാൻ പറ്റും. ഇത് നെത്തോലി മീനാണ്, ചെറിയ മീനായതുകൊണ്ട് പൊടിയൊന്നും അറിയില്ല. നമുക്ക് പൊരിച്ച് നോക്കാം. ഓക്കെ, ഇതാ ഞാൻ എല്ലാം നിരത്തി വെച്ച് ഇതാ ഒരു സൈഡ് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇതാ ഓരോന്നായിട്ടെടുത്ത് മറിച്ചിടുകയാണ്. എല്ലാ മീനും ഒരു സൈഡ് മൊരിഞ്ഞ് എല്ലാ മീനും നന്നായി മറിച്ചിട്ടതിന് ശേഷം അടുത്ത സൈഡിലൂടെ നമുക്കിതാ മൊരിച്ചെടുക്കാം. ഇതാ ഒരു സൈഡ് മറിച്ചിട്ട് അടുത്ത സൈഡ് ഞാൻ മൊരിച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡ് പൊരിയുമ്പോൾ തന്നെ മറു സൈഡും വേവും, പക്ഷേ അവിടെയും ചെറുതായിട്ട് മൊരിയേണ്ടതുണ്ട്. അതും ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഇവിടെ നെത്തോലി ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി മസാലയല്ലേ, കടലമാവൊക്കെ ഇട്ട്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാലേ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.